ബജറ്റ് മാത്രമല്ല, ഇപ്പോൾ ഈ ഫിലിം സെക്രട്ടേറിയറ്റിൽ അങ്ങേക്ക് ഒരു വിമർശനം ഇപ്പോൾ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകുമളി ഉയർന്ന വിമർശനത്തോട് എന്താണ് മറുപടി? പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണെന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, അസംബന്ധമായൊരു വാർത്ത. നിങ്ങൾക്കൊന്നും കൂടി ഒന്ന് വേണമെങ്കിൽ കളർഫുള്ളായി കൊടുക്കാമായിരുന്നു. എല്ലാവരും കൂടി കസേര എടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ട് ഒരു പരിക്കും പറ്റാതെ അത്ഭുതകരം വിധം രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ഒന്നും കൂടി കളർഫുൾ ആകുമായിരുന്നു. അങ്ങനെ കൊടുക്കാമായിരുന്നു, അതായിരുന്നു നല്ലത്. ഓക്കെ, അത് പറഞ്ഞല്ലോ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, അസംബന്ധമായ വാർത്ത. മേഖലയ്ക്ക് വലിയ നിലയിൽ സഹായകരമാകുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്നലെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷം, അതായത് 2023 നവംബർ മാസം, ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപം കൂടി വലിയ നിലയിൽ ആകർഷിക്കാൻ സാധ്യമാകുന്ന ഒരു തീരുമാനമാണ് ടിമ്മിലൂടെ ഉണ്ടായത്, ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത് ആകെ സ്വകാര്യ നിക്ഷേപം ആ മീറ്റിൽ തന്നെ വരുമെന്ന് കണക്കാക്കിയൊന്നുമല്ല. ടൂറിസം മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് തയ്യാറാകുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളതാണ് ടിമ്മിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്നാൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല, 15,000 കോടി രൂപയുടെ ഓഫറാണ് അതിനകത്ത് വന്നത്. അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള നിലയിൽ മറ്റു പല പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി. അപ്പോഴാണിപ്പോൾ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി തന്നെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നത്. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇതിൻ്റെ ഭാഗമായി ഒരു പ്രധാന തീരുമാനം നാളെ നടപ്പിലാവുകയാണ്. ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ നമ്മുടെ തലസ്ഥാനത്ത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. KTILൻ്റെ ആസ്ഥാനത്ത് ഫെസിലിറ്റേഷൻ സെൻറ്റർ നാളെ പ്രവർത്തനം ആരംഭിക്കും. ടൂറിസം മേഖലയിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനോ മറ്റ് സ്റ്റാർട്ടപ്പ് സാധ്യതകൾക്കോ ആഗ്രഹമുള്ളവർക്കൊക്കെ തന്നെ ഈ ഫെസിലിറ്റേഷൻ സെൻറ്ററുമായി ബന്ധപ്പെടാനാകും. ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ബന്ധപ്പെട്ട് അവരുടെ എല്ലാ സംശയങ്ങളും മാറ്റി മുന്നോട്ട് വരാനാകും. അപ്പോൾ വലിയൊരു മാറ്റമാണ് ഇന്നലത്തെ ബഡ്ജറ്റ്. ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രിയെയും സർക്കാരിനെയും ധനകാര്യ വകുപ്പ് മന്ത്രിയെ പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്.